ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കർത്താവ് ഒരുക്കിയതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തില് മോർണിംഗ് മനയുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് അടിയന് അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ഹെഡിങ് അനുസരണം പ്രതിഫലം ഉള്ളത് എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ എന്ന ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തില് നമുക്ക് ദൈവവചനത്തിലൂടെ കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദീർഘായുസ്സോടുകൂടെ ഇരിക്കണമെങ്കിൽ അമ്മയപ്പന്മാരെ നമ്മൾ അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവരെ സംരക്ഷിക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരും ആണെങ്കിൽ മാത്രമേ സ്വർഗം നമുക്ക് ദീർഘായുസ് ഈ ഭൂമിയിൽ നൽകി തന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരത്തുള്ളൂ എന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരില് ഇപ്രകാരമുള്ള നല്ല സ്വഭാവങ്ങളെ, അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നതായ സ്നേഹിക്കുന്നതായ നല്ല സ്വഭാവങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ലോകത്തിലേക്കൊക്കെ നാം നോക്കുമ്പോൾ അമ്മയപ്പന്മാർ വാർദ്ധക്യത്തിൻ്റെതായ അനുഭവത്തിലായിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദേശത്തും മറ്റിടങ്ങളിലൊക്കെയും ആയിരിക്കുമ്പോൾ ഒരു നോക്ക് കാണുവാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നല്ല നല്ല കെട്ടിടങ്ങളുണ്ട്, നല്ല ഭവനങ്ങളുണ്ട്, അവരെ നോക്കുവാൻ ഹോം നേഴ്സ് ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അവരുടേതായ മക്കള് അവരുടെ അടുത്ത് വന്നുകൊണ്ട് അവരോടൊപ്പം കൂടെ ഇരുന്നുകൊണ്ട് അവരോട് മധുരമായി സംസാരിച്ചുകൊണ്ട് അവരുടെ ആ സാന്നിധ്യം അനുഭവിച്ച് രുചിച്ചറിയുവാൻ തക്കവണ്ണം ആഗ്രഹമുള്ള മാതാപിതാക്കളായി ഒരു നോക്ക് അവരെ കാണുവാൻ ആഗ്രഹിക്കുന്നവരായി അനേകര് ഈ ഇന്ന് ഭവനങ്ങളില് മറ്റിടങ്ങളിലും ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചില മാതാപിതാക്കളെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട്, ചിലരെ ഉപേക്ഷിക്കുന്നതായിട്ടൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ മാതാപിതാക്കളെ നാം എപ്രകാരം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരെ അന്വേഷിക്കുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നാം എപ്രകാരം ആയിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്രകാരം ആയിരിക്കണം, അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ തീർച്ചയായും ആ വലിയ സ്നേഹം ചിലതൊക്കെയും അവരിൽ നിന്ന് അവരുടെ സാന്നിധ്യം മാതാപിതാക്കള് അവരുടെ ബലം ക്ഷയിച്ചിരിക്കുമ്പോൾ, അവർ ക്ഷീണിച്ചിരിക്കുമ്പോൾ, അവർ തളർന്നിരിക്കുമ്പോൾ മക്കളുടേതായ സാന്നിധ്യം അനുഭവിപ്പാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ദൂരദേശത്തുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് ഓടിയെത്തി അവരോടൊപ്പം ചില ദിവസങ്ങൾ ചെലവഴിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാണ് എന്ന് തിരുവചനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. സമ്പത്ത് മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം പറയുന്നത്: അതിനാൽ അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോരുവിൻ, വേർപെട്ടിരിപ്പിൻ എന്നിങ്ങനെ യഹോവ അരുളിച്ചെയ്യുന്നു. അശുദ്ധമായ യാതൊന്നിനെയും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളുടെ പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെതായ സുഖസൗകര്യങ്ങളിൽ നിന്നൊക്കെയും ഓടിയൊളിച്ചുകൊണ്ട് അവരിൽ നിന്നും വേർപെട്ടവരായി നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും സ്വർഗം ഇന്ന് ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ആ തികഞ്ഞ സ്നേഹത്തില് അമ്മയപ്പന്മാരെയും സഹോദരന്മാരെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെയും നാം ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നാലും, നാം നമ്മുടെ സ്നേഹിതന്മാര് ഒരുപക്ഷെ നമുക്ക് ഈ കർത്താവിന്റെ നാമനിമിത്തം ഇല്ലാതെ വരുവായിരിക്കാം. ഒരുപക്ഷെ പഴിയും ദൂഷിയും നിന്നയും ഞെരുക്കങ്ങളും ഒക്കെയും സഹിക്കേണ്ടതായിട്ട് വരാം. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ നിന്ന് നാം കർത്താവിനെ സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെതായ ഷെയർ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് നമ്മളെ ഒരുപക്ഷെ ഇറക്കി വിട്ടെന്നിരിക്കാം. എന്നാൽ നമ്മെ കൈവിടാത്തതായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകൾ തന്റെ കുഞ്ഞുങ്ങളെ
ഉപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 2 നിലയുടെ മണ്ടയിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് താഴേക്കിട്ട് കൊല്ലുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ വിവിധ ഓരോ ദിവസങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പെറ്റ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനുള്ള ആ മനസ്സോടുകൂടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു? അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല, കൊല്ലുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെതായ വലിയ സ്നേഹം അനുഭവിച്ച് വളരുവാൻ തക്കവണ്ണം തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി, ബഹുമാനിക്കുന്നവരായി, അന്വേഷിക്കുന്നവരായി തീർന്നുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷപൂർവ്വം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നാം അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലമായി നമുക്ക് ദീർഘായുസ് തന്ന ദൈവം നമ്മെ തൃപ്തിപ്പെടുത്താമെന്ന് സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം നിമിത്തം നാം ഓരോരുത്തരും എല്ലാ സ്നേഹത്തിൻ്റെതായ അനുഭവത്തിൽ സ്നേഹിക്കുവാൻ, എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള ആ സ്നേഹം നിലനിർത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ കടഭാരത്താലോ നിരാശയിലോ ആയിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ. അവരെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിലുള്ള സകലരും കൈവിട്ടാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഓരോ ഹൃദയങ്ങളെയും എന്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയിൽ പോയി കർത്താവെ അടിയങ്ങളെ എത്രത്തോളം നിലനിർത്തിയല്ലോ, തുടർന്നും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവാൻ, നല്ല ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.